വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം സംഭവം ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തു. ഫ്രണ്ട് ഞാൻ കേളാക്കാൻ ശ്രമിച്ചു, ബട്ട് അത് വർക്ക് ആയില്ല. ഒന്നും കൂടെ നോക്കിയിട്ട് ഒന്ന് ഫ്രണ്ട് എന്തെങ്കിലും ചെയ്യാം. പിന്നെ തൽക്കാലം ഞാൻ ഫുൾ ഹെയർ ഒന്ന് റാൻഡംലി പെട്ടെന്നൊന്ന് സ്ട്രെയിറ്റ് ചെയ്തു. ഒരു അരമണിക്കൂർ കൊണ്ട്. ഇപ്പം എന്തായാലും 4:30 നമ്മൾ വി സപ്പോസ് ടു ലീവ് ഹിയർ അറ്റ് 5 o'clock, ബട്ട് ദാറ്റ്സ് നോട്ട് ഗോൺ ഹാപ്പൻ. പിന്നെ അമ്മയുടെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതുവരെ റെഡി ആയിട്ടില്ല. എൻ്റെ പാൻറ് ഇതുവരെ കിട്ടിയിട്ടില്ല. ദിസ് ഇസ് മൈ ടോപ്പ്. ഇത് ലാസ്റ്റ് വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇന്നൊരു ഇവൻ്റ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടി. അതിനാണ് പോകുന്നത്. എന്താ ഇവൻ്റ് എന്നുള്ളതൊക്കെ ഞാൻ പോകെ പറയാം. ഐ മീൻ മേക്കപ്പ് ചെയ്തുകൊണ്ട് പറയാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഫുൾ മേക്കപ്പ് ഒന്നും കാണിക്കുന്നില്ല, ബട്ട് എൻ്റെ യൂഷ്വൽ മേക്കപ്പിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊരു നൈറ്റ് ഇവൻ്റ് ആണല്ലോ. അതും നമ്മുടെ ഹൈസെൻറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത്. സോ അപ്പോൾ നമ്മൾ കുറച്ച് നല്ല പിക്ചേഴ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കാര്യമായിട്ട് അങ്ങോട്ട് ഒരുങ്ങാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ മോയ്സ്ചറൈസ് ഇത് സംസാരം ഇതും കൂടെ നടക്കില്ല. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ട് വന്നിട്ട് പറയാം. ഓക്കെ, സോ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഫേസ് നല്ലോണം സപ്പിളാക്കി വെക്കണം മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ. ആദ്യം ഞാൻ ഓറഞ്ച് കളർ കറക്റ്റർ എടുത്തിട്ട് ഈ നോസിൻ്റെ ഇവിടെ എനിക്കൊരു ഡാർക്ക്നെസ് ഉണ്ട് കണ്ണിൻ്റെ താഴെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ കറക്റ്റ് ചെയ്യണം. ഓൾസോ എൻ്റെ കൈയുടെ ഇവിടെ കണ്ടോ, ഇതൊരുത്തൻ കുക്കർ എടുത്ത് വെച്ച് തന്നിട്ട് ചൂടുണ്ടോ എന്ന് നോക്കിയതാണ് എൻ്റെ അനിയൻ. കൈപൊള്ളി എൻ്റെ കയ്യിൽ ഞാനൊന്ന് തട്ടിയിട്ടിട്ട് ചൂടുണ്ടോ കുക്കറിന് എന്ന് നോക്കിയതാണ്. പിന്നെ ഞാനും പണ്ട് ഇതേപോലെ സെയിം സാധനം അവനോട് ചെയ്തിട്ടുണ്ട് കൊച്ചിൽ. അപ്പോൾ നെക്സ്റ്റ് കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന കൺസീലർ ഞാൻ ഒന്ന് മാറ്റി പിടിച്ചു. ഇത് ലോറിയലിൻ്റെ കൺസീലറാണ്. ഇത് കുറച്ചുകൂടെ ഫുൾ കവറേജ് ആണ്, അപ്പം കുറച്ചുകൂടെ നേരെ ലാസ്റ്റ് ചെയ്യും. അത് ഞാൻ ഈ കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് മാത്രം ആ ഒരു കൺസീലർ ഇട്ടപ്പോൾ ആ കൺസീലർ എന്നെക്കാളും ഒരു ഷെയ്ഡ് ഇച്ചിരി ബ്രൈറ്ററാണ്, പക്ഷെ അത് ഓക്സിഡൈസ് ആകുമ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ അതൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി ഫൗണ്ടേഷൻ ഇട്ടു കുറച്ച്. പിന്നെ ഞാൻ ബ്ലഷും ഹൈലൈറ്ററും കൂടെ മിക്സ് ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ആ ഒരു നാച്ചുറൽ ഗ്ലോ വരും. പക്ഷേ ഞാൻ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്തേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ അത് പോവും. മീൻസ് അത് ബുദ്ധിമുട്ടാണ്. മീൻസ് മേക്കപ്പ് നന്നായിട്ട് ലോക്കായിട്ടിരിക്കില്ല. അപ്പോൾ ആ ഒരു ബ്ലഷിൻ്റെ ആ ഒരു സംഭവം പോയി. അതുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് റീഅപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്ലഷ്. ആൻഡ് ഐബ്രോ ഫില്ല് ചെയ്തു. അത് എന്താണ് പറഞ്ഞാൽ ലൂസ് പൗഡർ മാക്സിമം ഞാൻ ആ ഏരിയയിലോട്ട് ആക്കാതെ നോക്കിയേ. പിന്നെ എനിക്കൊരു ചെറിയ ബ്ലഷ് ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നു. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ചും കൂടെ ഒന്നൊരു എൻ്റെ സമ്മതത്തിന് ബ്ലഷ് അപ്ലൈ ചെയ്തു. കണ്ണെഴുതി. കണ്ണ് ഞാൻ ഒരുപാടൊന്നും ചെയ്തില്ല, ചെറുതായിട്ടൊരു ട്രാൻസിഷൻ ചെയ്തിട്ടിട്ട് ഗ്ലിറ്റർ ഇട്ടു. പിന്നെ ഞാൻ ഓൾസോ ബോഡിയിലും കൂടി ഹൈലൈറ്റർ ആൻഡ് ബോഡി ഓയിൽ തേച്ചിട്ടുണ്ടായിരുന്നു, സോ ദാറ്റ് ആ ഒരു ഗ്ലോ കിട്ടും. നൈറ്റ് ടൈമല്ലേ, കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ആൻഡ് ലിപ് ഗ്ലോസ് ആദ്യം ഇടണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ചു എന്തായാലും മൊത്തത്തിലൊന്ന് തിളങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം മൊത്തത്തിലൊരു ഡ്യൂയി ലുക്കില്ലേ, ഐ റിയലി ലൈക്ക് ഇറ്റ്. പക്ഷേ അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. യൂഷ്വലി ഞാൻ ഒരുങ്ങുന്നതിൻ്റെ അത്ര അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ഐ ഡോണ്ട് നോ വൈ, ബട്ട് വീഡിയോയിൽ കാണാൻ രസമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇൻ റിയൽ അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, ബിക്കോസ് ഐ തിങ്ക് ദാറ്റ് ഐ ഇംപ്രൂവ്ഡ് എ ലോട്ട് ഓൺ മൈ മേക്കപ്പ് സ്കിൽ എന്ന് തോന്നി. ആൻഡ് ഞാനിതിന് ഒരു ഫുൾ ഓൺ സിൽവർ വെച്ചാണ് സ്റ്റൈൽ ചെയ്തത്. ബട്ട് ഐ നോ ബ്ലാക്കിൻ്റെ കൂടെ ഗോൾഡ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ, ബട്ട് ഐ തോട്ട് ഐ വിൽ ഗോ ഫോർ സിൽവർ. ആൻഡ് ബട്ട് ഒരു ഗ്രീൻ പെൻറ്റെന്നാണ്, ബിക്കോസ് എൻ്റെ സിൽവറായിട്ട് വേറെ മാല ഉണ്ടായിരുന്നില്ല. ആൻഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. വഴിയിലാണെങ്കിലും മറ്റേ ഈ ശോഭയാത്രയായിരുന്നല്ലോ സൺഡേ, അപ്പോൾ അതിൻ്റെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞങ്ങൾ കുറേ ചുറ്റിയാണ് ഇവനിലെത്തിയത്. ഞങ്ങൾ ഹൈസെൻറ്റിൽ വെച്ചിട്ടായിരുന്നു. V5 ഹോംസിൻ്റെ കീ, അതായത് അവരുടെ ഫ്ലാറ്റിൻ്റെ കീ ഹാൻഡ് ഓവർ സെറിമണിയിലോട്ടാണ് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത്. അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് മാനേജർ അമ്മയുടെ ഫ്രണ്ടാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ. ബേസിക്കലി ഇപ്പം ഇവൻ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇപ്പം ഐ സപ്പോസ് ടു ഗോ ടു സ്ലീപ്പ്. ഉറങ്ങുന്നതിന് മുന്നേ എനിക്കൊരു വർക്ക് ചെയ്യാനുണ്ട്. 2 വീഡിയോ എഡിറ്റിംഗ് പെൻഡിങ് ആണ്. ആൻഡ് ഓൾസോ നെയിൽ പോളിഷ് ഇടാം. ഞാൻ മറന്നുപോയി. ഞാൻ പ്രസോൺസ് വെക്കാം, ഇവൻറ്റിന് പോകുമ്പോൾ ആ ഒരു വാങ്ങിച്ച പ്രസോൺസ് വെക്കാമെന്ന് പറഞ്ഞിട്ട് അതും മറന്നുപോയി. മൊത്തത്തിലൊരു കിളിപോയ അവസ്ഥയായിരുന്നു. പിന്നെ ഇന്ന് നിറയെ വെയിൽ കൊണ്ടുകൊണ്ട് തന്നെ എനിക്ക് നല്ല തലവേദനയായിരുന്നു. എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ തലവേദന ഉള്ളതാണ്. പക്ഷേ കുഴപ്പമില്ല, 2-3 പിക്ചേഴ്സൊക്കെ കിട്ടി. അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇൻസ്റ്റ ഇവിടെ കൊടുക്കാം. സോ ഇഫ് യു വാണ്ടഡ് ടു ചെക്ക് മൈ ഇൻസ്റ്റഗ്രാം ആൻഡ് ഇഫ് യു ലവ് മീ യു ക്യാൻ ഓൾസോ ചെക്ക് ദാറ്റ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം ബെഡ്ഷീറ്റ് മാറ്റണം എന്നുള്ളത്. ഞാൻ ഓർഡർ ചെയ്ത ആ ഡ്രസ്സ് ഇങ്ങനെ ഡേറ്റ് മാറി പോകണം. ആദ്യം 13th വരും കാണിച്ചു, പിന്നെ 16th ഇപ്പം 20th എൻ്റെ നൈറ്റ് ഡ്രസ്സാണ് ഞാൻ ഓർഡർ ചെയ്ത ഒരു ഡ്രസ്സ് വരും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓർഡർ ചെയ്ത ആ ഒരു ഡ്രസ്സ് വരുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് എൻ്റെ സൈഡ് ടേബിളും വരാൻ ഒരുപാട് താമസിക്കും. സൈഡ് ടേബിളിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ
വാനിറ്റിക്ക് ഒരു ചെയറും കൂടെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സോ അതും വരാൻ ലേറ്റാവും. അപ്പോൾ അതുവരെ എനിക്ക് ഈ ബെഡ്ഷീറ്റ് മാറ്റാതിരിക്കാൻ പറ്റില്ല. സോ ഞാൻ വിചാരിച്ചു ഇപ്പം ബെഡ്ഷീറ്റ് മാറ്റാം. ആൻഡ് ഈ ഒരു ഡ്രസ്സും പുതിയ ഡ്രസ്സാണ്. കാരണം ഇത് ഞാൻ ഓണത്തിൻ്റെ ആ ഒരു സമയത്ത് കുറച്ച് നേരം മാത്രമേ ഇട്ടുള്ളൂ രാവിലെ, പിന്നെ ഇത് ഇട്ടില്ലായിരുന്നു. അപ്പം ഇതും സപ്പോസ് ടു ബി എ ന്യൂ ഡ്രസ്സ്. ആൻഡ് ഇന്നും ഞാൻ നല്ല ഹെയറൊക്കെ സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു, പക്ഷെ ഫ്രണ്ട് കുറച്ച് വളഞ്ഞു പോയി. അപ്പം കുളിച്ച് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് അപ്പോൾ ഞാൻ വെച്ചൊന്ന് വിരിക്കാം. കാരണം എന്തോ എനിക്കെന്ന് വെച്ചാൽ ഇത് വെക്കാനൊരു സ്പേസ് ഇല്ല. മീൻസ് ഈ കംഫർട്ടറും ഇതെല്ലാം കൂടെ എൻ്റെ അലമാരി കുത്തി കയറ്റിയിട്ട് എനിക്ക് ബാക്കി സാധനങ്ങൾ വെക്കാനും പറ്റുന്നില്ല. സോ ഇതിപ്പോൾ വിരിക്കാമെന്ന്. സോ അതാണ് നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ടൈം ലാപ്സിലായിരിക്കും കാണാൻ പോകുന്നത്. യാ this is the final look of my bed. I love it. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാം. സോ ദാറ്റ് അത് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് മാച്ച് ആവും. സോ വൈറ്റ് ആയിട്ട് വെക്കണമെങ്കിൽ വൈറ്റ് ആയിട്ടും വെക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഐ എം ഗോണ സ്റ്റോപ്പ് ദിസ് വീഡിയോ ഹിയർ. യു ക്യാൻ സീ മൈ ബെഡ്. ഇറ്റ്സ് ലുക്ക് സോ കോസി ആൻഡ് സോ ഗുഡ്. ടച്ച് വുഡ്. എനിക്കിനി കുറച്ചൊക്കെ മാറ്റങ്ങൾ കുറച്ചൊക്കെ കൂടെ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ട്. നമുക്ക് ശരിയാക്കാം. നമുക്ക് റൂം ടൂർ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് റൂം ടൂർ ചെയ്യുമ്പോൾ കുറച്ച് പെർഫെക്ഷൻ വേണം. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ കാണാത്തായിട്ടൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ വ്ളോഗ് ഡെയിലി കാണുന്നവർക്ക് എൻ്റെ റൂം എന്താണെന്നുള്ളത് അറിയാം. സോ അതിലെന്തെങ്കിലും യുണീക്ക് ആൻഡ് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ റൂം ടൂറിലൊന്ന് ചെയ്യുന്നതായിരിക്കും. പിന്നെന്താണ്, എനിക്ക് നല്ല തലവേദന ഉണ്ട്. ഞാൻ മരുന്ന് കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. ഐ മീൻ തലവേദന വന്നാൽ സംടൈംസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എണീറ്റിങ്ങനെ ഇരിക്കാൻ പറ്റാത്ത തലവേദന വരും. അപ്പോൾ അതുകൊണ്ട് മൈഗ്രെയിൻ. സോ അതുകൊണ്ട് ഇനി ഒരുപാട് സംസാരിക്കില്ല. കാരണം എനിക്ക് നല്ല തലവേദന എടുക്കുന്നത്. കാരണം ഈ ബെഡൊക്കെ വിരിച്ചിട്ട് ഇത് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നി ടൈം ലാപ്സിലിട്ട് കാണുമ്പോൾ. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കുറേ കഷ്ടപ്പെട്ടു ഇരിക്കാൻ. എനിവേ അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പോയി കിടന്ന് ഉറങ്ങട്ടെ. നാളെ ക്ലാസ് ഉണ്ട്. നാളെ ക്ലാസ്സിൽ പോകണം. എനിക്ക് പ്രൊജക്റ്റ് ഉണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. അതും കൂടെ ചെയ്തിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാൻ. സോ ദാറ്റ്സ് ഇറ്റ്. സോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ചേർത്താണ്. സോ ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. അപ്പം ഞാൻ ഇനി അടുത്ത എന്ത് കണ്ടൻസ് ചെയ്യണമെന്ന് നിങ്ങൾ പറയാം. അത്രയേ ഉള്ളൂ. ടാറ്റാ.